Hi dear students, we have already discussed what is motivation, what are the features, etc. Today we are starting with some motivation theories. And the first theory that we are discussing is Maslow's need hierarchy theory. I know you have already gone through this theory. This theory was suggested by Abraham Maslow. He is a US psychologist. He contributed this theory in the year 1943. According to Maslow's need hierarchy theory, we can say that human needs are unlimited. This is the first thing that is to be understood while we discuss Maslow's need hierarchy theory. So, according to Maslow, the first sentence that we have to understand is that ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്. നമുക്കറിയാം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ലിമിറ്റഡ് അല്ല അല്ലേ. ഓരോ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലും അടുത്ത നീഡ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്. ഇതാണ് ഈ തിയറിയുടെ ഫസ്റ്റ് ബേസ്. ആൻഡ് സെക്കൻഡ് സെൻറ്റൻസ് ഇസ് ദാറ്റ് ഓൺലി അൺസാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. ഓൺലി unsatisfied need can influence human behavior. It means that a human behavior can be influenced only if there is an unsatisfied need. In other words, a satisfied need cannot influence human behavior. അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ, അതാണല്ലോ മോട്ടിവേഷൻ, ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടാവണം അയാൾക്ക്. അതല്ലാതെ സാറ്റിസ്ഫൈഡ് നീഡ് വെച്ചുകൊണ്ട് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയുടെ എല്ലാ നീഡുകളും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അയാൾ പ്രത്യേകിച്ച് നീഡൊന്നും സാറ്റിസ്ഫൈ ചെയ്യാനില്ല. പിന്നെ അയാളോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇന്നത് തരാം, ഇന്നത് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈ ചെയ്ത നീഡ് വെച്ചുകൊണ്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഓരോ വ്യക്തിയെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഹിസ് അൺസാറ്റിസ്ഫൈഡ് നീഡ്. ഒരു വ്യക്തിക്ക് ഏത് നീഡാണോ സാറ്റിസ്ഫൈ ചെയ്യാതെ കിടക്കുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുക. സോ മാസ്ലോയുടെ രണ്ടാമത്തെ സെൻറ്റൻസിലൂടെ നമ്മൾ പോയി ഓൺലി അൺസാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. ദെൻ തിയറിയുടെ തേർഡ് സെൻറ്റൻസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസാണ് ഹ്യൂമൻ നീഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. ആളുകളുടെ നീഡിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കൃത്യമായി ഇന്ന നീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മാസ്ലോ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഹ്യൂമൻ നീഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഹയർ ഓർഡർ, ലോവർ ഓർഡർ, ഫസ്റ്റ് നീഡ്, സെക്കൻഡ് നീഡ്, തേർഡ് നീഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൃത്യമായി ക്ലാസിഫൈ ചെയ്യാനും അറേഞ്ച് ചെയ്യാനും കഴിയുമെന്നതാണ് മാസ്ലോയുടെ തേർഡ് സെൻറ്റൻസ്. സോ മാസ്ലോയുടെ തിയറിയെ നമ്മൾ 3 സെൻറ്റൻസിലേക്ക് ചുരുക്കി. ഒന്ന്, ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്. സെക്കൻഡ്, ഓൺലി അൺസാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. ആൻഡ് തേർഡ് വൺ, ഹ്യൂമൻ നീഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. ഈ ഒരു തേർഡ് സെൻറ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാസ്ലോ ഹാസ് ക്ലാസിഫൈഡ് ഹിസ് നീഡ്സ്. അക്കോർഡിംഗ് ടു മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ദർ ആർ 2 കാറ്റഗറീസ് ഓഫ് നീഡ്സ്. 2 കാറ്റഗറി ഓഫ് നീഡ്സ് ആണുള്ളത്. ഫസ്റ്റ് ഹയർ ഓർഡർ നീഡ്സ്, സെക്കൻഡ് ലോവർ ഓർഡർ നീഡ്സ്. ഹയർ ഓർഡർ നീഡ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവസാനം അച്ചീവ് ചെയ്യുന്ന നീഡ്സാണ്. ലോവർ ഓർഡർ നീഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള നീഡ്സാണ്. നമുക്കറിയാം മാസ്ലോയുടെ നീഡ്സിനെ നമ്മൾ 5 ക്ലാസിഫൈ ചെയ്യുന്നു. ദ ഫസ്റ്റ് 2 നീഡ്സ് ആർ കോൾഡ് ലോവർ ഓർഡർ നീഡ്സ്, ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ നീഡ് ആൻഡ് സേഫ്റ്റി നീഡ്. ദീസ് 2 നീഡ്സ് ആർ കോൾഡ് ലോവർ ഓർഡർ നീഡ്സ്. സെക്കൻഡ് കാറ്റഗറി ഓഫ് നീഡ് ഈസ് ഹയർ ഓർഡർ നീഡ്സ്. ദർ ആർ 3 ഹയർ ഓർഡർ നീഡ്സ്, ദാറ്റ് ഈസ് സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. സോ according to Maslow's need hierarchy theory, there are 2 categories of needs, that is higher order needs and lower order needs.
Then these needs can be specifically classified into 5. മാസ്ലോയുടെ നീഡ്സിനെ 5 ആയിട്ട് നമുക്ക് സ്പെസിഫിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ നീഡ്. ഫിസിയോളജിക്കൽ നീഡ്സ് ആർ ദ ബേസിക് നീഡ്സ്. ഒരു വ്യക്തി അച്ചീവ് ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സാണ്. ഒരു വ്യക്തി ആദ്യം അച്ചീവ് ചെയ്യുന്ന നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്. ഇറ്റ് മീൻസ് ദ നീഡ് ഫോർ എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ്, റിപ്രൊഡക്ഷൻ എക്സെട്ര. അപ്പോൾ ഇത്തരം നീഡുകളുടെയൊക്കെ പ്രത്യേകത ഒരു വ്യക്തിയുടെ ഭൗതികമായിട്ടുള്ള നീഡ്സാണ് അല്ലേ. ഷെൽട്ടർ, ക്ലോത്തിങ് അല്ലേ, തേഴ്സ്റ്റ്, ഹങ്കർ അല്ലേ, ഭക്ഷണം, പാർപ്പിടം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളുടെയൊക്കെ ഉറക്കം, ഇതിൻ്റെയൊക്കെ പ്രത്യേകത അയാളുടെ ബോഡി റിലേറ്റഡ് നീഡ്സാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സാണ് മാസ്ലോയുടെ ഫിസിയോളജിക്കൽ നീഡ്സ്. ദെൻ സെക്കൻഡ് കാറ്റഗറി ഓഫ് നീഡ്സ് ആർ കോൾഡ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സ് ഓർ സെക്യൂരിറ്റി നീഡ്സ്. ഒരു വ്യക്തി ഈ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നീഡ്സാണ് സേഫ്റ്റി നീഡ്സ്. പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റി, സെക്യൂരിറ്റി ഓഫ് റിസോഴ്സസ്, ഹെൽത്ത്, സെക്യൂരിറ്റി ഓഫ് പ്രോപ്പർട്ടി എക്സെട്ര. ഇപ്പോൾ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്, ദിസ് ഈസ് ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് നീഡ്. Then third need is love and belonging, that is social needs. Social needs are the needs for love, affection, friendship, belongingness, intimacy, family, sense of connections etc. മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള നീഡാണ്. നീഡ് ഫോർ ഫ്രണ്ട്ഷിപ്പ്, ലവ്, affection etc. All these needs are called social needs. Next category of needs are called esteem needs. Esteem needs are the needs for respect, self-esteem, status, recognition, strength, freedom etc. എസ്റ്റീം നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുക, അതായത് ഹാവിങ് എ ഹയർ പൊസിഷൻ ഇൻ ദ ഗ്രൂപ്പ് ഓർ ഇൻ ദ സൊസൈറ്റി എക്സെട്ര, ബീയിങ് ആക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി, ക്രിയേറ്റിംഗ് എ ഹയർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി ആസ് കമ്പയർഡ് ടു അതർ പീപ്പിൾ. അല്ലേ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ടാവുക. സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റി നമ്മെ അംഗീകരിക്കുക, സൊസൈറ്റിയിലുള്ള സാധാരണക്കാരിൽ നിന്നും ഒരു ഹയർ പൊസിഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത്തരം നീഡ്സിനെയാണ് നമ്മൾ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് നീഡ് ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഈസ് ദ ഡിസയർ ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി. ഇറ്റ് ഈസ് ദ ഡിസയർ ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി മീൻസ് ഒരാൾക്ക് എന്തൊക്കെ ആവാൻ പറ്റും അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമെൻ്റ് ആവുക. മാസ്ലോ ഇതിനെ ഉപയോഗിച്ച വേർഡ് ഇറ്റ് ഈസ് ദ നീഡ് ടു ബിക്കം എവരിത്തിങ് വൺ ഈസ് കാപ്പബിൾ ഓഫ് ബിക്കമിങ് എന്നാണ്. നീഡ് ടു ബിക്കം എവരിത്തിങ് വൺ ഈസ് കാപ്പബിൾ ഓഫ് ബിക്കമിങ്. ഒരാൾക്ക് എന്തൊക്കെ ആവാൻ കഴിയുമോ അതൊക്കെ ആയിത്തീരുന്ന നീഡ്സാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് നീഡ്. Okay, so Maslow has classified these needs, and also Maslow said that these needs can be arranged in hierarchical order. നമുക്കറിയാം ഇവിടെ ഒരു ട്രയാങ്കിൾ സ്ട്രക്ചറാണ് ഇതിന് വരച്ചിരിക്കുന്നത്. അതായത് ലോവർ ഓർഡർ നീഡ്സിൻ്റെ പ്രത്യേകത ഒന്നുകൂടി ബേസ് കൂടുതലാണ്, എക്സ്ട്രീമിലേക്ക് പോകുന്തോറും അതിൻ്റെ ബേസ് കുറഞ്ഞു വരികയാണ്. ഈ ഒരു സ്ട്രക്ചർ വരാനുള്ള കാരണം മാസ്ലോ പറഞ്ഞ നീഡ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ എന്നാണ്. ഹൈറാർക്കിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത് എ പേഴ്സൺ വിൽ അറേഞ്ച് ഹിസ് നീഡ്സ് അക്കോർഡിംഗ് ടു ദ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് മീൻസ് ഒരു വ്യക്തി ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്ന ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രമേ അടുത്ത നീഡിലേക്ക് പോവുകയുള്ളൂ. ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡും സാറ്റിസ്ഫൈ ചെയ്ത വ്യക്തി മാത്രമേ സോഷ്യൽ നീഡിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ നീഡ്സും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യേണ്ട വ്യക്തി അയാളുടെ മറ്റു 4 നീഡുകളും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം.
ഓക്കെ, ഇതാണ് ഹൈറാർക്കിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാസ്ലോയുടെ തിയറി പറയുന്നത് മാസ്ലോയുടെ നീഡ്സ് അല്ലേ, ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്, ഓൺലി സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് നീഡ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. ബട്ട് മാസ്ലോസ് തിയറീസ് ആർ ബീയിങ് ക്രിട്ടിസൈസ്ഡ്. മാസ്ലോയുടെ തിയറിക്ക് ഒരുപാട് ലിമിറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസ്ലോ പറഞ്ഞു നീഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ്. ഹ്യൂമൻ നീഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. കാരണം ഹ്യൂമൻ നീഡ്സിനെ മാസ്ലോ പറഞ്ഞത് ഹ്യൂമൻ നീഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് എന്നാണ്. ബട്ട് ഇറ്റ് ഈസ് ബീങ് ക്രിട്ടിസൈസ്ഡ്. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫാക്ഷൻ, ഫോർ എക്സാമ്പിൾ പർച്ചേസിങ് എ കാർ. വാട്ട് കാറ്റഗറി ഓഫ് നീഡ് ഇറ്റ് ബിലോങ്സ്? പർച്ചേസിങ് എ കാർ, വെദർ ഇറ്റ് ഈസ് ബേസിക് നീഡ്, വെദർ ഇറ്റ് ഈസ് സേഫ്റ്റി നീഡ്, വെദർ ഇറ്റ് ഈസ് സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ് ഓർ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ഏത് കാറ്റഗറിയിലാണ് പർച്ചേസിങ് എ കാർ എന്ന് പറയുന്നത് ഉൾപ്പെടുത്താൻ പറ്റുക? ഏത് നീഡ്സ് ആയിരിക്കാം? ഇറ്റ് മേ ബി ഡിഫറൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. ഫോർ എക്സാമ്പിൾ ഫോർ എ ബെഗർ ഇറ്റ് ഈസ് എ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അയാൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉദ്ദേശിക്കുന്ന നീഡാണ്. ഫോർ ആൻ ഓർഡിനറി പീപ്പിൾ സംടൈംസ് ഇറ്റ് മേ ബി എസ്റ്റീം നീഡ്, സോഷ്യൽ നീഡ് എക്സെട്ര. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഫോർ ഹിം ഇറ്റ് ഈസ് എ ബേസിക് നീഡ് ഓർ സേഫ്റ്റി നീഡ്, because without that car he cannot go outside. He need a bulletproof car for his safety. So that car cannot be classified. Purchasing a car cannot be grouped into or cannot be mentioned as a particular need. So human needs cannot be classified. ഇതാണ് ഒരു ലിമിറ്റേഷൻ. ആൻഡ് സെക്കൻഡ് ലിമിറ്റേഷൻ ഇയാൾ പറയുന്നത് ഹ്യൂമൻ നീഡ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. ദാറ്റ് ഈസ് ഒരു പേഴ്സൺ ഒരു ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അടുത്ത നീഡിലേക്ക് പോവുകയുള്ളൂ. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ആളുകൾ അങ്ങനെയാണോ? അല്ല. അല്ലേ, ആദ്യമായി ജോലി കിട്ടുന്ന ഒരാൾ, അയാളുടെ പ്രത്യേകത അയാൾക്ക് കിട്ടിയ പൈസ ചിലപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് മാസം എന്ത് ചെയ്യും, അയാൾ അത് ഉപയോഗിച്ച് നല്ലൊരു മൊബൈൽ വാങ്ങും. അല്ലേ, അയാളുടെ വീട്ടിലുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സ് അവിടെ കിടക്കുന്നുണ്ടായിരിക്കാം, സേഫ്റ്റി ഉണ്ടാവില്ല. ഹീ ഈസ് സീക്കിംഗ് ഫോർ എ സെൽഫ് എസ്റ്റീം നീഡ് ഓർ എസ്റ്റീം നീഡ്. അല്ലേ, കാരണം അയാൾ ആദ്യമായിട്ട് പണിക്ക് പോകണം, അയാളുടെ കൂടെ ഉള്ള ആളുകളൊക്കെ കോളേജിൽ പഠിക്കാൻ പോവുകയാണ്, അവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി അയാൾ ആദ്യം കിട്ടുന്ന പൈസക്ക് വലിയൊരു മൊബൈൽ വാങ്ങും. അല്ലേ, അപ്പോൾ അയാളുടെ ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ ഇത് വാങ്ങുന്നത്? അല്ല. സോ ഹ്യൂമൻ നീഡ്സ് കനോട്ട് ബി അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. ദീസ് ആർ ദ ടു ലിമിറ്റേഷൻസ് ദാറ്റ് വി ക്യാൻ മെൻഷൻ. ദാറ്റ് ഈസ് ഹ്യൂമൻ നീഡ്സ് കനോട്ട് ബി ക്ലാസിഫൈഡ്, ഇറ്റ് കനോട്ട് ബി അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. So these are regarding Maslow's need hierarchy theory. Okay, thank you very much.